ജഗദ്ഗുരു ശങ്കരാചാര്യന് ദർശനമരുളിയ മഹാചൈതന്യമായ കൊല്ലൂർ മൂകാംബികമ്മയുടെ സന്നിധി ജാതിമതഭേദമന്യേ ഏവരെയും ഉൾക്കൊള്ളുന്ന മഹാശ്രീകോവിലാണ്. ഭക്തമാനസങ്ങൾക്ക് അറിവിന്റെ കിരണം ചൊരിയുന്ന വേദസുതയായ അമ്മയുടെ സന്നിധിയിൽ ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന നവരാത്രി നാളിലെ പുഷ്പരഥോത്സവം രാത്രി 8:45 നടക്കും. പുഷ്പരഥോത്സവ വേളയിൽ വ്യാഴാഴ്ച രാത്രി മഹാലക്ഷ്മി ഭാവത്തിലാണ് പുഷ്പരഥത്തിലേറി ദേവി ഭക്തർക്കിടയിലെത്തുക. ദേവി പുഷ്പരഥത്തിലേറുമ്പോൾ സൗവർണികാതീരം മന്ത്രമുഖരിതമാകും. ശങ്കരാചാര്യൻ ചിട്ടപ്പെടുത്തിയ പ്രകാരം ആഗമടിസ്ഥാനത്തിലാണ് ദേവിയുടെ പൂജാകർമ്മങ്ങൾ. മുഖ്യതന്ത്രി മഞ്ജുനാഥ അടികയുടെ കാർമ്മികത്വത്തിലാണ് നവരാത്രി ആഘോഷ ചടങ്ങുകൾ നടന്നുവരുന്നത്. അമ്മയുടെ രഥോത്സവം മുഹൂർത്ത പ്രധാനമാണ്. രഥോത്സവ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിൽ ചണ്ഡികാ ഹോമം ആരംഭിക്കും. ആഘോഷ നിറവിലായ കൊല്ലൂരിൽ ഉച്ചശീവേലി ദർശിക്കാൻ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. പാലനത്തിന് ദുർഗയായും ഐശ്വര്യത്തിന് ലക്ഷ്മിയായും ജ്ഞാനത്തിന് സരസ്വതിയായും വർത്തിക്കുന്ന കൊല്ലൂർ മൂകാംബികമ്മയുടെ സന്നിധി നവരാത്രി നാളിലെ പ്രസിദ്ധമായ പുഷ്പരഥോത്സവത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 10,000-ങ്ങളായ ഭക്തർ ഇതിനകം കൊല്ലൂരിൽ എത്തിക്കഴിഞ്ഞു. ക്യാമറമാൻ വിജയരാജിനൊപ്പം കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ നിന്നും അനൂപ് നീലേശ്വരം, ജീവൻ ന്യൂസ്.